നമസ്കാരം. ബിലാത്തി വാർത്തകളുടെ ഗുഡ് മോർണിംഗ് UK എന്ന ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു ഹരികുമാർ. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബ്രിട്ടനിൽ പുതിയ ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ബില്ലുമായി സർക്കാർ. നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്ന് രാജാവിന്റെ പ്രസംഗത്തിൽ പ്രഖ്യാപനം. UK ആരോഗ്യ വകുപ്പിന് പുതിയ സാരഥി. വെസ്റ്റ് റീഡിംഗിന് പകരം ജെയിംസ് മുറെ ചുമതലയേറ്റു. നഴ്സിംഗ് മേഖലയിൽ കടുത്ത പ്രതിസന്ധി. രോഗികളുടെ സുരക്ഷ അപകടത്തിലെന്ന് RCN മേധാവിയുടെ മുന്നറിയിപ്പ്. ബ്രിട്ടീഷ് വിപണിയിൽ ആശങ്ക. പൗണ്ടിന്റെ മൂല്യം ഇടിഞ്ഞു. സർക്കാർ വായ്പാ പലിശ നിരക്കുകൾ 18 വർഷത്തെ ഉയർന്ന നിലയിൽ. ടേസ്റ്റി നിബിൾസിന്റെ ബ്രാൻഡ് അംബാസിഡറായി മിലിംഗ് സോമൻ. കാൻ ട്യൂണ വിപണിയിൽ വൻ വളർച്ചാ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിൽ. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ നിർണായക ചർച്ചകൾ. വാർത്തകൾ വിശദമായി. കുടിയേറ്റ നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ പുതിയ ബില്ല്. ബ്രിട്ടനിലെ കുടിയേറ്റ അഭയാർത്ഥി നിയമങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള പുതിയ ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ബിൽ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചു. രാജാവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് രാജ്യത്തെ കുടിയേറ്റ സംവിധാനം കൂടുതൽ സുരക്ഷിതവും നിയന്ത്രിതവുമാക്കുന്നതിനുള്ള നിർണായകമായ ഈ നീക്കം പ്രഖ്യാപിച്ചത്. 2024 മുതൽ നടപ്പിലാക്കി വരുന്ന നടപടികളുടെ തുടർച്ചയായാണ് ഈ പുതിയ ബില്ലിനെ സർക്കാർ കാണുന്നത്. അഭയാർത്ഥി നിയമങ്ങളിലെ പരിഷ്കാരം. നിലവിലുള്ള വിവിധതരം അഭയാർത്ഥി സംരക്ഷണ രീതികൾക്ക് പകരം കോർട്ട് പ്രൊട്ടക്ഷൻ എന്ന ഏകീകൃത മാതൃക സർക്കാർ അവതരിപ്പിക്കും. ഇതുവഴി അഭയാർത്ഥി അപേക്ഷകളിന്മേലുള്ള തീരുമാനങ്ങൾ വേഗത്തിലാക്കാനും നിയമ തടസ്സങ്ങൾ കുറയ്ക്കാനും സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ അഭയാർത്ഥി പദവി എന്നത് താൽക്കാലികം മാത്രമായിരിക്കും. സ്വന്തം രാജ്യത്തെ സാഹചര്യം മെച്ചപ്പെടുകയോ ബ്രിട്ടനിലെ നിയമങ്ങൾ ലംഘിക്കുകയോ ചെയ്യുന്ന പക്ഷം ഈ പദവി റദ്ദാക്കാനുള്ള അധികാരം സർക്കാരിനുണ്ടാകും. അപ്പീൽ സംവിധാനവും നാടുകടത്തലും. നിലവിലെ ഫസ്റ്റ് റൈറ്റ് ട്രിബ്യൂണലിന് പകരം ഒരു പുതിയ സ്വതന്ത്ര അപ്പീൽ ബോഡി രൂപീകരിക്കും. അപ്പീലുകൾ വേഗത്തിൽ തീർപ്പാക്കാനും അപ്പീൽ പരാജയപ്പെടുന്നവരെ ഉടനടി നാടുകടത്താനും ഇതിലൂടെ സാധിക്കും. വിദേശികളായ ക്രിമിനലുകളെയും നിയമവിരുദ്ധമായി രാജ്യത്ത് തുടരുന്നവരെയും പുറത്താക്കുന്ന നടപടികൾ കൂടുതൽ ശക്തമാക്കും. കൂടാതെ പ്രായം കുറച്ചുകാട്ടി അഭയാർത്ഥി ആനുകൂല്യം നേടാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്താൻ കർശനമായ പരിശോധനകൾ ഏർപ്പെടുത്തും. ഹ്യൂമൻ റൈറ്റ്സ് നിയമങ്ങളുടെ നിയന്ത്രണം. യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 8 ദുരുപയോഗം ചെയ്ത് നാടുകടത്തൽ തടയുന്നത് അവസാനിപ്പിക്കാൻ നിയമം കർക്കശമാക്കും. കുടുംബജീവിതം എന്ന നിർവചനം പങ്കാളി, മാതാപിതാക്കൾ, മക്കൾ എന്നിവരടങ്ങുന്ന കോർ ഫാമിലി യൂണിറ്റ്സിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തും. ഇതുവഴി കുടുംബ ബന്ധങ്ങളുടെ പേരിൽ നൽകുന്ന നിയമപരമായ വെല്ലുവിളികൾ കുറയ്ക്കാൻ സാധിക്കുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു. സാമ്പത്തിക ഭാരം കുറയ്ക്കൽ. കഴിഞ്ഞ വർഷം മാത്രം അഭയാർത്ഥികൾക്കായുള്ള താമസ സൗകര്യത്തിനായി 4 ബില്യൺ പൗണ്ടാണ് സർക്കാർ ചിലവാക്കിയത്. പുതിയ ബിൽ പ്രകാരം നികുതി പണം ഉപയോഗിച്ചുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന അഭയാർത്ഥികൾ ജോലി ചെയ്യാൻ പ്രാപ്തരാകുന്ന മുറയ്ക്ക് ആ തുകയുടെ ഒരു വിഹിതം തിരികെ നൽകേണ്ടി വരും. 2021 ശേഷം അഭയാർത്ഥി അപേക്ഷകളിൽ 74% വർധനവുണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങുന്നത്. പുതിയ ഹെൽത്ത് സെക്രട്ടറിയായി ജെയിംസ് മുറെ. UKയിൽ ആരോഗ്യ സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ പുതിയ സെക്രട്ടറിയായി ജെയിംസ് മുറെ നിയമിച്ചു. മുൻ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് റീഡിംഗ് രാജിവെച്ചതിനെ തുടർന്നാണ് ഈ നിയമനം. ഈലിംഗ് നോർത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ മുറെ നേരത്തെ ലണ്ടൻ ഡെപ്യൂട്ടി മേയറായും ട്രഷറിയിലെ ചീഫ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുടെ വിശ്വസ്തനായ അദ്ദേഹം NHS നേരിടുന്ന കടുത്ത വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ദൗത്യമാണ് ഏറ്റെടുക്കുന്നത്. വെസ്റ്റ് റീഡിംഗ് ആരംഭിച്ച മികച്ച പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ചുമതലയേറ്റ ശേഷം അദ്ദേഹം എക്സിൽ കുറിച്ചു. നഴ്സിംഗ് മേഖലയിലെ പ്രതിസന്ധിയും സുരക്ഷാ ഭീഷണിയും. ബ്രിട്ടനിലെ നഴ്സിംഗ് മേഖലയിൽ നഴ്സുമാരുടെ കുറവും രോഗികളുടെ എണ്ണ കൂടുതലും ചേർന്ന് മാരകമായ ഒരു മിശ്രിതം സൃഷ്ടിക്കുകയാണെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് മുന്നറിയിപ്പ് നൽകി. ലിവർപൂളിൽ നടന്ന വാർഷിക കോൺഗ്രസിൽ പ്രൊഫസർ നിക്കോള റേഞ്ചർ ആണ് ഈ ആശങ്ക പങ്കുവച്ചത്. രോഗികളുടെ അവസ്ഥ കൂടുതൽ സങ്കീർണമാകുമ്പോഴും നഴ്സുമാരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാക്കാത്തത് വലിയ അപകടത്തിന് കാരണമാകുമെന്ന് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 4-1 നഴ്സുമാരും തങ്ങളുടെ ഡ്യൂട്ടി സമയത്ത് വലിയ തോതിലുള്ള സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് വെളിപ്പെടുത്തി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഡോക്ടർമാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് നഴ്സുമാരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കുടിയേറ്റ വിരുദ്ധ നയങ്ങളും വർദ്ധിച്ചു വരുന്ന തൊഴിലിടങ്ങളിലെ ആക്രമണങ്ങളും നഴ്സുമാരെ ഈ മേഖലയിൽ നിന്ന് അകറ്റുന്നതായും RCN വ്യക്തമാക്കി. ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയിൽ വൻ ചലനങ്ങൾ. ബ്രിട്ടീഷ് സർക്കാർ വായ്പ എടുക്കുന്നതിനുള്ള പലിശ നിരക്കുകൾ 18 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ലേബർ പാർട്ടിയിലെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളാണ് വിപണിയെ സ്വാധീനിച്ചത്. ആൻഡി ബെൻഹാം ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതും തുടർന്നുണ്ടായ രാഷ്ട്രീയ നീക്കങ്ങളും നിക്ഷേപകരിൽ ആശങ്കയുണ്ടാക്കി. ഇതേ തുടർന്ന് പൗണ്ടിന്റെ മൂല്യം ഡോളറിനെതിരെ 1.33 എന്ന നിലയിലേക്ക് താഴ്ന്നു.
അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നതും പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കകളും ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ടേസ്റ്റി നിബിൾസ് ഇനി അയൺമാന്റെ കരുത്തിൽ. പ്രശസ്ത ഇന്ത്യൻ മോഡലും നടനും ഫിറ്റ്നസ് ഐക്കണുമായ മിലിന്ദ് സോമൻ ഇനി ടേസ്റ്റി നിബിൾസിന്റെ ബ്രാൻഡ് അംബാസിഡർ. ക്യാൻ ടൂണ വിപണിയിൽ നിലവിൽ 85% വിഹിതമുള്ള ടേസ്റ്റി നിബിൾസ് കൂടുതൽ ജനങ്ങളിലേക്ക് പ്രോട്ടീൻ സമ്പന്നമായ ആഹാര രീതി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം നടത്തിയത്. ജാപ്പനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രിസർവേറ്റീവുകൾ ഇല്ലാതെ തയ്യാറാക്കുന്ന ഇവരുടെ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടുമുള്ള 30-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. മിലിന്ദ് സോമന്റെ കടന്നുവരവ് ബ്രാൻഡിന്റെ വിപണി വിപുലീകരിക്കുന്നതിന് വലിയ സഹായമാകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ചെറിയാൻ കുര്യൻ പറഞ്ഞു. അബുദാബിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉജ്ജ്വല സ്വീകരണം. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി അബുദാബിയിൽ എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വമ്പിച്ച സ്വീകരണം നൽകി. വിമാനത്താവളത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഇന്ത്യയും UAEയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ഊർജം, പ്രതിരോധം, വ്യാപാരം എന്നീ മേഖലകളിൽ പുതിയ കരാറുകളിൽ ഒപ്പിടുന്നതിനും ഈ സന്ദർശനം വഴിയൊരുക്കും. അബുദാബിയിലെ ബാബ് ഹിന്ദു ക്ഷേത്രവും പ്രധാനമന്ത്രി സന്ദർശിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതാണ് ഈ സന്ദർശനമെന്ന് മോദി പറഞ്ഞു. ബിലാത്തി വാർത്തകൾ ഗുഡ് മോർണിംഗ് UK വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.